CT40 എന്ന് പറഞ്ഞാൽ കൊക്കോ ട്രീ 40% ഞാൻ പറയുന്നത്. അതായത് 1 കിലോ കാണും ഒരു കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ഫെർമെൻറ്റ് ചെയ്താൽ മാത്രമേ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കൊള്ളത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ കൊക്കോ ഉണ്ട്, പക്ഷേ ചോക്ലേറ്റ് ആരും കഴിക്കുന്നില്ല. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഈ സാധനം നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം? എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് കർഷകൻ അവാർഡ് 25-26 എനിക്ക് ആസാമിൽ വെച്ച് കിട്ടി. 3 ഇനം കൊക്കോ ഉണ്ട് ലോകത്തിൽ. ഫോറസ്റ്റ് ഹീറോ, റയോള, തിയോബ്രാമ. ചേട്ടൻ ആദ്യ കാലത്ത് നാടൻ ഇനങ്ങളെല്ലാം വെച്ചോണ്ടിരുന്നത്. ചേട്ടൻ എങ്ങനെയാ CT40 എന്നുള്ള ഈ ഇനത്തിലേക്ക് ചേട്ടൻ എത്തിപ്പെട്ടത്? 1 കിലോയ്ക്ക് വേണ്ട പരിപ്പിന് ഇത് 2 കിലോയുടെ വില കിട്ടും. ഇത് നാടനാണ്. ഇതാണ് CT40. ഇതിന്റെ 2 എണ്ണത്തിനേക്കാളും വലിപ്പക്കൂടുതലുണ്ട്. ഇതിന്റെ ഒരു കുരുവിന് തൊണ്ടുകെട്ടി കൂടുതലുണ്ട്, നമ്മുടെ തൊണ്ടുകെട്ടി കുറവാണ്. പുറമെ നോക്കുമ്പോൾ നാടനായിട്ട് നമുക്ക് തൂക്കക്കൂടുതൽ കണ്ടിരുന്ന, ഇതിപ്പോ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കായ്ക്ക് നല്ല വലിപ്പക്കൂടുതലുണ്ട്. ഇത് തീരെ കുഞ്ഞു കായും. CT40യെ പറ്റി ആൾക്കാർ അറിയാൻ തുടങ്ങി. പല ചാനലുകാരും എല്ലാം വീഡിയോ എല്ലാം ഇട്ടു. ഒരു സുപ്രഭാതത്തിൽ നബാർഡ് നേരിട്ട് എത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് CPCRI. ആ കായംകുളംകാര് ഇതിനെപ്പറ്റി പഠിക്കാൻ ഇവിടെ വന്നു. ഈ കൊക്കോ കൃഷി ശരിക്കും ലാഭകരമായിട്ട് തന്നെയുള്ളൊരു ബിസിനസ് ആണോ അത്? ഒരേക്കറിന് ശരാശരി നമുക്ക് എന്ത് ആദായമായിരിക്കും ഒരു വർഷത്തെ? അങ്ങനെ ഒരു കണക്ക് നോക്കിയിട്ടുണ്ടോ? റബ്ബറിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആണ്. എന്തുമാത്രം കായ കിടക്കുന്ന ചോദിച്ചാൽ രക്ഷിക്കാൻ വേറെ ആരും വരത്തില്ല, നമ്മൾ തന്നെ വേണം തീരുമാനിക്കാൻ. എൻ്റെ പേര് KJ വർഗീസ്. ഞാൻ കോട്ടയം ജില്ലയിൽ മണിമലയാണ് എൻ്റെ താമസം. ഞാൻ മണിമല കേന്ദ്രമാക്കി ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസർ കമ്പനി, ആ കമ്പനിയുടെ ചെയർമാനാണ്. ഇതൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഏതാണ്ട് 1000-ഓളം കർഷകർ എൻ്റെ പിന്നിലുണ്ട്. ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ഈ കൊക്കോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കൃഷിയും അതുപോലെ തന്നെ ഒരു സംരംഭമായിട്ട്, ഒരു വ്യവസായമായിട്ട് ഞാൻ ചെയ്തു വരികയാണ്. വർഗീസ് ചേട്ടാ, അപ്പോൾ നമസ്കാരം. നമസ്കാരം. വർഗീസ് ചേട്ടൻ ഈ കൊക്കോയുടെ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 45 വർഷം കഴിഞ്ഞു. നമ്മളെങ്ങനെ നമ്മുടെ സ്വന്തം കൊക്കോ തന്നെയാണ് ഇത്ര ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത്? ഈ കൂട്ടിയിട്ടിരിക്കുന്ന കൊക്കോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് TR&Tയുടെ കാളിയാർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാളിയാർ എസ്റ്റേറ്റ് ഞങ്ങളുടെ ഈ ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസർ കമ്പനി 3 വർഷത്തേക്ക് ലീസിനെടുത്തിരിക്കുക. അവിടെ ഏതാണ്ട് 5000 ഏക്കർ സ്ഥലത്ത് അവർ നേരത്തെ വെച്ച കൊക്കോ 13-14 വർഷമായ കൊക്കോയായത്. അത് ഞങ്ങൾ ഫലം എടുക്കാനായിട്ട് ലീസിനെടുത്തേക്കാം. അത് ഇങ്ങനെ അവർ ഓരോ വർഷത്തേക്ക് കൊടുത്തോണ്ടിരുന്ന നേരത്തെ. അപ്പോൾ ഈ എടുക്കുന്ന ആൾക്കാർ കൊക്കോയ്ക്കിട്ട് പണിയല്ല, അവർ എടുക്കുന്ന ഫലം എടുത്തോണ്ട് പോകും. അപ്പം ഞങ്ങൾ കൊക്കോയുടെ ആൾക്കാരായതുകൊണ്ട് കമ്പനിക്ക് നേരിട്ട് ഞങ്ങളോട് ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ 3 വർഷത്തേക്ക് ചോദിച്ചത്. അപ്പോൾ കൊക്കോ നമ്മൾ പറിക്കുകയും ചെയ്യാൻ വളപ്രയോഗം കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ കർഷകർ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാരണവശാൽ മറ്റ് കമ്പനികളോടൊന്നും മത്സരിച്ച് നമുക്കൊരു വില മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കർഷകരുടെ ഒരു കൂട്ടായ്മ അത്യാവശ്യമാണെന്നും അതിനെ കേന്ദ്ര ഗവൺമെൻറ് ശരിയായ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഏതാണ്ട് 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപയോളം നമുക്ക് അവർ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലാണ് ഞങ്ങൾ ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസർ കമ്പനി. അതുപോലെ തന്നെ ബെൽമൗണ്ട് ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊക്കോ ഉണ്ട്, പക്ഷേ ചോക്ലേറ്റ് ആരും കഴിക്കുന്നില്ല. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഈ സാധനം നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം?
അതിന് ചോക്ലേറ്റ് ഞങ്ങൾ ആ ചോക്ലേറ്റിനെ നമ്മൾ തന്നെ നിർമ്മിച്ച ആൾക്കാർക്ക് ഏതാണ്ട് 350ഓളം പേർക്ക് നമ്മളിപ്പം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. വിപണിയിൽ അധികം ഇറക്കിയിട്ടില്ലെങ്കിലും ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി താമസിക്കാതെ തന്നെ നല്ല ഒരു ഫാക്ടറി സെറ്റപ്പിൽ ഈ സാധനം ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ക്വാളിറ്റി കൊക്കോ കിട്ടാനില്ലാത്തതുകൊണ്ടും പിന്നെ ഈ തൈയുടെ പ്രൊമോഷനും വേണ്ടി ഞങ്ങളിപ്പോൾ കർണാടക കേന്ദ്രമാക്കി ഈ മാസം പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു കൊക്കോ വിപ്ലവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ ഇത് തന്നെ നമ്മളിങ്ങനെ ചതുരപ്പെട്ടി പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതെന്നാ ഇത് സംഭവം? ഇത് നമ്മൾ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ഫെർമെൻറ്റ് ചെയ്താൽ മാത്രമേ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കൊള്ളത്തുള്ളൂ. അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല, അതിനെപ്പറ്റിയുള്ള ശരിക്കും അറിവില്ല. പക്ഷെ നമ്മളൊരു ഗ്രേഡഡ് നല്ല ക്വാളിറ്റി സാധനം ഉണ്ടാക്കണമെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യണം. ഫെർമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊക്കോ പുളിപ്പിക്കാന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പുളിപ്പിക്കുമ്പം നമ്മൾ നിലത്തിട്ട് എല്ലാവരും ചാക്കിനകത്ത് അങ്ങനെ ചോദിക്കുന്നു പറയുന്നില്ല. പക്ഷെ ചാക്കിനകത്ത് കെട്ടിയിട്ട പുളിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല, പുളിക്കും. പക്ഷെ ഈ ചാക്കിനകത്ത് കെട്ടി ഇടുന്ന സാധനം ഇത് ആദ്യത്തെ ദിവസം 2 ദിവസത്തേക്ക് നമ്മൾ അനക്കാതെ വെക്കും. 3-ാമത്തെ ദിവസം അത് കുടഞ്ഞിട്ട് ഇളക്കി പിന്നെ അതുപോലെ തന്നെ കൂട്ടി വെക്കും. അങ്ങനെ 3, 4, 5 ദിവസം ആയി കഴിയുമ്പോൾ നല്ല ഓടിൻ്റെ കളറാവും. ആ സമയത്താണ് നമ്മൾ വെയിലത്തിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്ടീരിയ ഫോം ചെയ്തിട്ട് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് ഉണ്ടാവണം. ഈ ഹീറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനകത്ത് സ്റ്റേജ് മാറുള്ളൂ. ആ സ്റ്റേജ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലിട്ട് കുടഞ്ഞ് എടുക്കുമ്പം ഈ എയർ സർക്കുലേഷൻ, എയർ പാസേജ് കൂടുതൽ വരുന്നിടത്ത് ചൂട് കുറയും. അപ്പോൾ ചൂട് കുറയുമ്പോൾ കുഴപ്പമില്ല, ഇത് ഒരുപോലെ ഇരിക്കുകയില്ല. നമ്മളൊരു നല്ല കമ്പനിക്കാരൻ ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഫെർമെൻറ്റേഷനിലായിരിക്കും. ആ ഫെർമെൻറ്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു 100 കുരു എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ അതിനകത്ത് 50 എണ്ണം പുളിച്ചതായിരിക്കും, ബാക്കി 50 എണ്ണം പുളിക്കാത്ത സെമി ഫെർമെൻറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഒട്ടും ഫെർമെൻറ്റഡ്. ഇതിപ്പം നമ്മൾ വീട്ടുകാരൻ തന്നെയല്ല, ഇത് പണിക്കാരല്ലേ ചെയ്യുന്നത്. അപ്പോൾ പണിക്കാർ ഇതിങ്ങോട്ട് വന്നു ഇളക്കി കൂട്ടി കയറ്റി വെച്ചു, ആ ഇളക്കിയെന്ന് ചോദിച്ചാൽ ഇളക്കി. അതേസമയം ഈ ബോക്സ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കമ്പൽസറി ആയിട്ടും ഇത് പുളിച്ചിരിക്കും. കാരണം ഈ 4 ഭിത്തി ഉണ്ടല്ലോ, ഈ ഭിത്തിക്കകത്ത് ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ചൂട് മൊത്തം ഡെവലപ്പ് ചെയ്യും, എല്ലാ കുരുവിനും അത് കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയെ പറ്റി നോക്കേണ്ട കാര്യം. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ജ്യൂസ് പോകണം. അപ്പൊ ആദ്യത്തെ ഈ 3 സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 2 ദിവസം നമ്മൾ ഇളക്കുന്നതിന് പകരം ഇതിനകത്തോട്ട് ഇറക്കിയിടുക. 1-ാമത്തെ പെട്ടിയിൽ നിന്ന് ഇളക്കി 2-ാമത്തെ പെട്ടിയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഇളക്ക് കഴിഞ്ഞു. ആദ്യത്തെ എത്ര ദിവസം കഴിയുമ്പോൾ? ആദ്യത്തെ 2 ദിവസം. ആദ്യത്തെ 2 ദിവസം അങ്ങനെ കിടക്കും, നമുക്ക് കാണാതിരിക്കുമല്ലോ. ആദ്യം ദിവസം ഇട്ടതാ. ഇത് 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ജ്യൂസും എല്ലാം അങ്ങ് പോയി. അപ്പം പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ആ 2 ദിവസം കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം രാവിലെ ഈ പെട്ടിക്കകത്തുണ്ടാക്കും. അങ്ങനെ 3-ഉം 4-ഉം ദിവസം ഇവിടെ കിടക്കും. അന്നേരം തന്നെ ഏതാണ്ട് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത് കഴിയും. അതിനെ ഒന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് അടുത്ത താവോട്ട് ഇറക്കിയിടും. അപ്പം 100% ഇത് അങ്ങനെ ഇറക്കിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അത് അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന 6 ദിവസം ആയതാ, 5 ദിവസമായി. നാളെ അത് വെയിലത്തിടും. ഇത് ആ അപ്പുറത്തെ പെട്ടിയിലത് 6 ദിവസമായി. ഇന്നിപ്പം വെയിലത്തിടും. ഇത് 6 ദിവസമായി. അത് 6 ദിവസമായതാ. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാല് ഈ ഓരോ ബോക്സിനകത്തും 500 കിലോയാ. അപ്പോൾ 500 കിലോ 2 ദിവസം കഴിയുമ്പം താഴോട്ട് കയറ്റുമ്പോൾ അടുത്ത 500 പിന്നെ അവിടെ മേളിൽ കയറും. അപ്പോൾ നമുക്കിതൊരു സർക്കുലേഷൻ. മനസ്സിലായോ? നമുക്ക് ഒരുപാട് ഇട വേണ്ട. നമുക്കിപ്പോൾ ഒരു 1500 കിലോ കൂടുതലൊന്നും ഇപ്പോൾ ഇവിടെ ഒരാഴ്ച വരുന്നില്ല. ആ വരുന്ന നമുക്കിത് ചെയ്ത് പോകാം. ക്ലിയർ ആയിട്ട് പോകാം. ഓക്കെ. കൃത്യമായിട്ട് ഫെർമെന്റേഷൻ, അതായത് കൃത്യം നല്ല ക്വാളിറ്റി ഉള്ള പരിപ്പ് നമുക്ക് കിട്ടും. പരിപ്പ് കിട്ടും. ഇത് ഈ 6 ദിവസമായ സാധനം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? അടുത്ത പ്രോസസ് ഇനി നമ്മൾ ഇത് ഡ്രൈ ചെയ്യാം. ഇപ്പം നമുക്ക് സോളാർ ഡ്രയർ ഉണ്ട്. ആ സോളാർ ഡ്രയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സൂര്യനുള്ള സമയത്ത്, അതായത് വെയിലുള്ള സമയത്താണെങ്കിൽ അതായത് കറണ്ട് വേണ്ട, പിന്നെ വിറക് വേണ്ട, നല്ല ക്വാളിറ്റിയിൽ അത് നമ്മൾ നിലം തൊടാതെ ഉണങ്ങുന്നത്. നമുക്കത് നിലത്തിട്ട് ഉണങ്ങാതെ തന്നെ എയറിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക്. അപ്പൊ അടിയിലും ചൂട് മുകളിലും ചൂട് കിട്ടി കൃത്യമായിട്ട് ഈ ചൂട് വായു അങ്ങോട്ട് അടിക്കും. അടിയിൽ നിന്ന് അടിക്കും, മേളിൽ നിന്ന് അടിക്കും. അപ്പൊ നമുക്ക് 100% ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ കിട്ടും. അതൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ ഇത് അവരിങ്ങനെ ഇളക്കി വിടുന്നത് അതിന്റെ ആവശ്യം എന്താ? ഇളക്കിയെടുത്താൽ അല്ലെങ്കിൽ കട്ട വരും. കട്ട വന്നു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാതെ വരും. തന്നെയല്ല, അത് അവർ റോസ്റ്റ് ചെയ്യുമ്പം പിന്നെ ഇത് സിംഗിളായിട്ട് കിടക്കണം, ഇല്ലെങ്കിൽ അത് റിജക്ഷനാണ്. അപ്പൊ നമ്മൾ ക്വാളിറ്റി ആയിട്ടൊരു സാധനം ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പൊ അത് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇളക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടോ
നമ്മൾ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ തൊലി വരെ പോയില്ല. ഓക്കെ ഓക്കെ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ അവിടെ നിരത്തുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നും മുട്ടി കിടക്കാതെ ആ രീതിക്ക്, അത് തന്നെ. അല്ലെങ്കിൽ ഇത് ഈ പശപ്പുള്ളതുകൊണ്ടേ പെട്ടെന്ന് ആ മേൽഭാഗത്തെ എയർ പിടിക്കുമ്പോൾ അവിടെ കട്ടയാവും. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഇതെടുത്തോ, കൊണ്ടുപോ, താഴെ കൊണ്ടുപോയി നിരത്തിക്കോ, വന്നേക്കാം, ഞങ്ങൾ പുറകെ എത്തിക്കോളാം. ചേട്ടാ ഇതെന്താ ഇവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്? എവിടെ ഇതാ? ഇത് നമ്മൾ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ കൊക്കോ ഡ്രൈ ആക്കാനിട്ടിരിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ സോളാർ ഡ്രയറാണ്, സോളാർ ഷീറ്റാണ്. നമ്മൾ അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര ചൂടുണ്ട്, ഒരു 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് ഇതിനകത്ത് വരും. അപ്പോൾ ഈ വായു മൊത്തത്തിൽ ചൂടാവുന്ന കാരണം ഇതിപ്പോൾ എയർ ഹോളുള്ള, അപ്പോൾ ഇതിനടിയിൽ കൂടെയും നമ്മൾ ഈ ചൂട് വായു നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊക്കോ എടുക്കാൻ പറ്റും. എത്ര നാളും കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും? ഇത് ശരിക്കും പറഞ്ഞാൽ 4 ദിവസത്തെ ഉണക്കാണ് ഇതിന് വേണ്ടത്. 4 ദിവസത്തെ ഉണക്കാം. ചിലപ്പം കാലാവസ്ഥ നല്ല വേനൽക്കാലത്താണെങ്കിൽ 3 ദിവസം കൊണ്ട് വരെ ഉണങ്ങി കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിലത്തൊന്നുകൂടെ ഒന്ന് കാണിച്ചിട്ടാണ് എടുത്ത് വെക്കുന്നത്. കാരണം വെയിലൂടെ നേരിട്ടൊന്ന് കൊള്ളിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു കിട്ടും. അതാകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് വിൽക്കാൻ എത്ര നാളത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും? അങ്ങനെ നമുക്കൊരു 6 മാസത്തിൽ കൂടുതലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു 6 മാസം. ഇപ്പം നമ്മളെപ്പോഴും കമ്പനികളുമായിട്ട് ഓർഡർ എടുത്താൽ അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് ആകുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തു പോവുക. പിന്നെ മഴക്കാലത്ത് ഇതിനെ മാത്രം ആശ്രയിച്ച് ചെയ്യാൻ പറ്റില്ല. റബ്ബർ തോട്ടത്തിനകത്ത് കൊക്കോ കായ്ക്കും എന്നുള്ള ഒരു അറിവ് എല്ലാവരും പറയും. റബ്ബറിനകത്തൊരു പുല്ല് പോലും കിളുക്കുകയില്ല, അവർ ഒന്നും ഉണ്ടാകുകയില്ല, ഒരു ആ ഓമരം പോലും ഉണ്ടാകുകയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കൊക്കോയ്ക്ക് പറ്റിയതാണ് റബ്ബർ. അത് അച്ചട്ടായ കാര്യമാണ്. മനസ്സിലായോ? ഷെയ്ഡുള്ള. അപ്പം വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ റബ്ബർ വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇല പൊഴിക്കും. അപ്പോൾ ആവശ്യത്തിന് എയറേഷൻ ഉണ്ട്. മനസ്സിലായോ? ഇപ്പം നമുക്ക് ഇതിന് കൊക്കോയ്ക്ക് വെളിച്ചം വേണം, അല്ലെങ്കിൽ 50% ഷെയ്ഡ് ആകാവുള്ളൂ. 50% ഷെയ്ഡേ കാണുള്ളൂ. ഈ കാലാവസ്ഥയ്ക്ക് റബ്ബറിൽ നിന്ന് ഇലയില്ല. അപ്പം ന്യായമായിട്ടുള്ള ഷെയ്ഡ് കൊക്കോയ്ക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ റബ്ബറിൽ നിന്ന് കിട്ടാൻ ആദായം റബ്ബറിനും കിട്ടും. ഇത് കിട്ടും. ഇതിപ്പം നല്ല ലാഭമാണ്. ഈ കൊക്കോ കൃഷി ശരിക്കും ലാഭകരമായിട്ട് തന്നെയുള്ളൊരു ബിസിനസ് ആണോ അത്? തീർച്ചയായിട്ടും. ഞാൻ അതിന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇടവിള കൃഷിയാണ്, തനിവിളയല്ല. ഇപ്പൊ റബ്ബറിനകത്ത് കൊക്കോ വരേണ്ട വെച്ചെന്ന് വിചാരിച്ച് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വല്ല മുടക്കുണ്ടോ? ആദായത്തോടൊപ്പം നമുക്ക് നല്ലതുവാ. കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബർ ബോർഡ് പ്രത്യേകം പറയുന്നുണ്ട് കൊക്കോ ഉണ്ടെങ്കിൽ റബ്ബറിന് പാല് കൂടുതല. കാരണം ഇതിന്റെ ഇലയെല്ലാം 24 വളമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേക്കറിന് ശരാശരി നമുക്ക് എന്ത് ആദായമായിരിക്കും ഒരു വർഷത്തെ? അങ്ങനെ ഒരു കണക്ക് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഒരു 5 കിലോ ഉണക്കക്കുരു നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ഈ CT40 ആണെങ്കിൽ സാധാരണ 3 കിലോ ഒക്കെയാണ് പറയുന്നത്. 3 കിലോ 4 കിലോ അത് നമ്മൾ മണ്ണിന്റെ ഉണ്ട്, സ്ഥലത്തിന്റെ കിടപ്പുണ്ട്, നമ്മൾ ചെയ്യുന്ന പണിയുടെ ഇതെല്ലാം ഉണ്ട്. എന്നാലും ഒരു 5 കിലോ കിട്ടും. 10 വർഷം പ്രായമായ ഒരു ചെടിയെന്ന് ഒന്നും അറിയാതെ 5 കിലോ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ, നമ്മളൊരു 400 രൂപ വില കൂട്ടിയാൽ മതി. 500, 600, 1000 ഒക്കെ വന്നിട്ട് അതൊക്കെ പോട്ടെ. ഒരു 400 രൂപ വില കിട്ടുകയാണെങ്കിൽ ഒരു 5 കിലോ കൊക്കോ കിട്ടിയാൽ 2000 രൂപയ്ക്കുള്ള സാധനമുണ്ട്. 50 കാലഘട്ടങ്ങളിലൊക്കെ കൊക്കോ കൃഷി ഇവിടെ വ്യാപകമായിട്ട് സർക്കാരും കമ്പനികളൊക്കെ പ്രോത്സാഹിപ്പിച്ച് നല്ല വില ഓഫർ ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ പണ്ട് മുതലേ എനിക്ക് കൃഷിയോടും ചെടികളോടും ഒക്കെ വലിയ താല്പര്യമുള്ള കൂടുതല. അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് റേഡിയോ ഓൺ ചെയ്ത് ആ പാട് കേൾക്കുന്ന പാസ്പോർട്ടും കൊക്കോയെ പറ്റിയോ. 45 വർഷത്തിന് മുമ്പ് തന്നെ ചേട്ടൻ ഇത് റേഡിയോയിൽ ഇത് കൊക്കോയെ കുറിച്ച് കണ്ടമാനം കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു സാധനമായിരുന്നു അത്. അല്ല, നമുക്കത് പുതിയ അറിവാണ്. കാരണം കൊക്കോ കൃഷി ഭയങ്കര മെച്ചമാണ്. കമ്പനികളെല്ലാം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കാഡ്ബറി കമ്പനിയാണ് അന്ന് എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സർക്കാരിൻ്റെ പ്രൊമോഷനുണ്ട്, കൃഷിഭവൻ വഴിയൊക്കെ തൈ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് കൊക്കോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും ആ താല്പര്യം വെച്ചുകൊണ്ട് ഞാൻ കൊക്കോ വെച്ചു. അതിൻ്റെ 2 വർഷം കഴിഞ്ഞ് കൊക്കോ കായ്ച്ചു. പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഫലം വിൽക്കാൻ പറ്റിയില്ല. അന്നത്തെ കാലത്ത് കിലോയ്ക്ക് 50 രൂപയിലധികം വില അവർ ഓഫർ ചെയ്തിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ ആൾക്കാരുടെ എല്ലാം അങ്ങനെ എടുക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ
അങ്ങനെ എടുത്താൽ അപ്പോൾ കൃഷി കൂടി വരവ് കൂടി കഴിയുമ്പം കമ്പനിക്കാർക്ക് തന്നെ അറിയാം ഇത് കൂടുതലായിട്ട് വന്നാൽ അവർക്കിത് ബർഡനാണ്, അവർക്ക് നഷ്ടം വരും. കാരണം അവർ ഇല്ലാത്ത ഒരു ഓഫർ വെച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ കണ്ടമാനം ചരക്ക് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ വിലയ്ക്ക് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം കമ്പനികൾ അടുത്ത ഒരു ആലോചന നടത്തി ഇതെങ്ങനെ ഇതിനെ ഒതുക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കൊക്കോയ്ക്ക് അസിഡിറ്റി കൂടുതലാണ്, അമ്ളം കൂടുതലാണ്. അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന ചോക്ലേറ്റ് വിദേശ രാജ്യങ്ങളിൽ തള്ളിപ്പോകും. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കൊക്കോ എടുക്കാൻ നിർത്തി പറഞ്ഞു. അപ്പോൾ ആ സമയമായപ്പോഴത്തേന് കേരളം മുഴുവൻ കൊക്കോ വെച്ച് കഴിഞ്ഞു. കാരണം ഞാൻ തലയ്ക്ക് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ, എൻ്റെ പുറകെ ആൾക്കാർ വെച്ചു. ഈ 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് മുങ്ങി എടുക്കുന്നില്ലെന്നായി. ഒരു 3-4 വർഷം കൊണ്ട് കൊക്കോ നിരക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അവരുടെ തുടക്കത്തിൽ അവർ കൃഷി കൂട്ടാൻ ചെയ്തു. ഇപ്പം നമ്മളിപ്പോൾ കമ്പനിക്കാരനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്തടത്തുണ്ടാണെങ്കിൽ ഒരു ഓഫർ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആകർഷണം കൊടുത്തു, കർഷകൻ അത് ചെയ്തതിന്റെ പ്രയോജനം അവർക്ക് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വിലയില്ലെങ്കിൽ വെട്ടി കളയാന്നുള്ള, അല്ലാതെ അവന് ക്ലാരിഫിക്കേഷൻ ഒന്നും നിൽക്കത്തില്ല. അപ്പൊ ആ അവസ്ഥയില് പക്ഷേ ഞാൻ ഇത് വെട്ടാൻ പോയില്ല. പക്ഷേ ഇത് അനുഭവം ഒത്തിരി മോശമായിട്ട് വന്നപ്പം കാഞ്ഞിരപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ആ കർഷകരുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് കാഞ്ഞിരപ്പള്ളി സർവീസ്. അപ്പോൾ ആ ബാങ്ക് മുൻകൈ എടുത്ത് ഇതിനെന്തൊരു സൊല്യൂഷനുണ്ട്, പരിഹാരമുണ്ട് എന്ന് ചിന്തിച്ചപ്പം ജോർജ് വർഗീസ് പൊട്ടംകുളം, മാത്യു മടക്കുകുഴി ഇവരുടെ നേതൃത്വത്തിൽ ഇതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവർ സഹസ്രമായി പറ്റി. അന്നത്തെ കൃഷിമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് ഇവിടെ മംഗലാപുരം, അതായത് കർണാടക സ്റ്റേറ്റിലെ ക്യാംഗോ എന്ന് പറയുന്ന അടയ്ക്ക കമ്പനിയെ കൊക്കോ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. അവർക്ക് താല്പര്യമുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ കൊക്കോ നല്ലതാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവിടെ കൃഷിയില്ല. കേരളത്തിലെ കൃഷി, ഇവിടുത്തെ സാധനം. അവർ പറഞ്ഞു കേരളത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ ഫാക്ടറി ഉണ്ടാക്കത്തില്ല. അപ്പൊ ക്യാംഗോ മുൻകൈ എടുത്ത് ഒരു ഫാക്ടറി ഉണ്ടാക്കി അവിടെ പരിപാടി തുടങ്ങി. അപ്പോൾ കേരളത്തിലെ കൊക്കോ അങ്ങോട്ട് പോവുക. അപ്പൊ അങ്ങനെ വരുമ്പം ബാങ്ക് കൊക്കോ എടുക്കാനായിട്ട് ബാങ്കിന്റെ പരിധി വരുന്ന പ്രദേശങ്ങളിലെല്ലാം കൊക്കോ എടുക്കാനായിട്ട് ഏജൻസികളെ വെച്ചു. അതിലൊരാളാണ് ഞാൻ. 8 പേരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. 8 പേര്, അതിലൊരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ കൊക്കോ കൃഷി ഈ ബിസിനസ്സിലേക്ക്. അങ്ങനെയാണ് ഈ കൊക്കോയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതുപോലെ തന്നെ ക്യാംഗോ എന്തൊക്കെ ചെയ്യുന്നു, ക്യാംഗോയുടെ പദ്ധതികളും പരിപാടികളും പറ്റി എല്ലാം നേരിട്ട് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവരുണ്ടാക്കിയ ചോക്ലേറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാൻ ഞാൻ പോയ ചേട്ടൻ ആദ്യ കാലത്ത് നാടൻ ഇനങ്ങളെല്ലാം വെച്ചോണ്ടിരുന്നത്. ചേട്ടൻ എങ്ങനെയാ ഈ CT40 എന്നുള്ള ഈ ഇനത്തിലേക്ക് ചേട്ടൻ എത്തിപ്പെട്ടത്? അതെങ്ങനെയാ CT40 എന്നുള്ള ഇനത്തിലേക്ക് എത്തിപ്പെട്ടതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഈ കൊക്കോയെ പറ്റി ഞാൻ ഇതിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയെ പറ്റിയുള്ള പഠനങ്ങൾ വന്നപ്പം നമ്മുടെ നാട്ടിലെ കൊക്കോ ബീൻസ് ചെറുതാണ്. ചെറിയ ബീൻസാണ്. 3 ഇനം കൊക്കോ ഉണ്ട് ലോകത്തിൽ. അതായത് ഫോറസ്റ്റ് ഹീറോ, ക്രയോള, തിയോബ്രാമ, ഇങ്ങനെയൊക്കെയുള്ള ആണ് മെയിനായിട്ടുള്ള. ഈ തിയോബ്രാമ ഒന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല, ഇന്ത്യ തന്നെ വന്നിട്ടില്ല. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പിടിക്കാനല്ല, എന്തോ ഫോറസ്റ്റ് ഹീറോ എന്ന് പറയുന്ന പച്ച ഇനം കൊക്കോയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാണെന്നാണ് യൂണിവേഴ്സിറ്റി ഒക്കെ അവകാശപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പം ഈ ചെറിയ കുരു എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഈ ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുമ്പം കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 100 ഗ്രാം കൊക്കോ എടുത്ത് നോക്കിയാൽ 100 എണ്ണം. അതാണ് അതിന്റെ കണക്ക്. പക്ഷേ നമ്മൾ എത്ര നോക്കിയാലും 100 ഗ്രാമിന് ഇവിടെ ഒരു 110, 120 അത്ര എണ്ണമെങ്കിലും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം കൊക്കോ കൃഷി ആരും ശരിക്കും വെള്ളം ഒഴിച്ചോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ കിട്ടുന്നത് മേടിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഇതിന് വളവും വെള്ളവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കായും ചെറുതാവും. അങ്ങനെ ചെറുതായി വരുമ്പോൾ ഇവിടുത്തെ വേനലും എല്ലാം കൂടെ വരുമ്പോഴത്തേന് നമുക്ക് ഇതിൽ നിന്ന് പറയത്തക്ക ആദായം കിട്ടത്തില്ല. നമ്മൾ നല്ല ഒരു കമ്പനിക്ക് അവർ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ നോക്കിയാൽ പകുതി സാധനത്തോടെ നമ്മൾ മാറ്റി. അപ്പൊ ഈ CT40 നമ്മൾ പിന്നെ എങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ കൊക്കോയെ പറ്റി നിരീക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊക്കോ വരുന്നത് കാഡ്ബറി കമ്പനിയുടെ തൈയാണ്. അത് യൂണിവേഴ്സിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് കാഡ്ബറി മുഖാന്തരം തരുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊക്കെ സംഭവമൊക്കെ ശരിയായിരിക്കാം. ബൈ ചാൻസിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കൊക്കോ എന്ന് പറയുന്നത് അതിഭയങ്കര ഒരു മാറ്റം. അതായത് 100 ഗ്രാമിന് 100 എണ്ണം എന്ന സ്ഥാനത്ത് 60 എണ്ണം മതി. നമ്മുടെ ഈ 100 ഗ്രാമിന് 100 എണ്ണം അവർ പറയുന്നത് 60 എണ്ണത്തിന് ഇത് കിട്ടുന്ന ഒരു കണ്ടെത്താൻ കിട്ടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ വന്നപ്പോഴും CT40 എന്ന് പറഞ്ഞാൽ കൊക്കോ ട്രീ 40% ആണ് ഞാൻ പറയുന്നത്. അതായത് 1 കിലോ കാണും ഒരു കൊക്കോ. ഇത് 1 കിലോയും മേളിലുണ്ട്. സാധാരണ നമ്മൾ 1 കിലോ എന്ന് പിടിച്ചു ഏർത്തേലൊക്കെ കായ്ക്കുന്നതിന് അത്രയും തന്നെ തൂക്കം വരികയില്ല. കൈത്തടി വരുന്നതിനാണ് ഇത്ര ഇത് വരുന്നത്. അപ്പോൾ ആവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ 1 കിലോ വരുന്ന ഒരു കൊക്കോയ്ക്കകത്ത് 400 ഗ്രാം വരെ പരിപ്പ് ഞാൻ കണ്ടെത്തി. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ നമ്മളിവിടെ നമ്മുടെ പറമ്പിൽ കുഴിച്ചു വെക്കുകയും അതോടൊപ്പം ബഡ് ചെയ്യുകയും ചെയ്ത് കുറെ കാലങ്ങൾ കൊണ്ട് ഒരു 5-8 വർഷം കൊണ്ടാണ് ഇപ്പൊ ഈ ലെവലിലേക്ക് ഞാൻ ഇത്രയാണത്തിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത്. ഇത് നമ്മൾ വേറെ പറമ്പിൽ നിന്ന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് കണ്ടെത്തി അങ്ങനെ കൊണ്ടുവന്ന ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മളിങ്ങനെ പല വഴിക്ക് നടക്കുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട സാധനത്തിനെ ഞാൻ അത് പരീക്ഷണാർത്ഥം ഇവിടെ കൊണ്ടുവന്നിട്ട് പെറുക്കി നോക്കി അതങ്ങനെ. എന്നിട്ട് ഇവിടെ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മുടെ കൃഷിയിടത്തിൽ കായ്ച്ചു കിടന്നല്ലേ മറ്റുള്ളവരോട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം. അപ്പൊ CT40 പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 60 കുരു ഉണ്ടെങ്കിൽ 100 ഗ്രാം ഉണ്ട്, 100 ഗ്രാമായി കിട്ടും. ബാക്കിയുള്ളതൊക്കെ 100-ന് 120 വേണ്ടടുത്ത്. അപ്പൊ ഇരട്ടിയാണ്. ഇപ്പൊ നമുക്ക് വില കുറഞ്ഞു പോയി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. എന്നാ അറിയോ, 1 കിലോയ്ക്ക് വേണ്ട പരിപ്പിന് ഇത് 2 കിലോയുടെ വില കിട്ടും. അപ്പം നമുക്ക് മൂല്യവർധന അവിടെ ഉണ്ടായി കഴിഞ്ഞു. നമ്മൾ തൂക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന കാശാണല്ലോ നമുക്കുള്ളത്. കോഴിക്ക് 100 രൂപ വില, പച്ചപ്പരിപ്പിന് 100 രൂപ വില. അപ്പം അത് 120 ഉള്ളത് കൊടുത്ത് മേടിക്കുന്ന സാധനത്ത് ഇത് 2 കിലോയുടെ വില കിട്ടും, കിട്ടുന്നുണ്ട്. അപ്പം അത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഇത് ജനം അറിയാതിരിക്കരുത്. ചേട്ടാ, നമ്മൾ ഈ 2 കായ എടുത്തിട്ടുണ്ടല്ലോ, ഇതെന്നാ ഇത് രണ്ട് ഇനമാണ്? ഇതെങ്ങനെ? ഇത് നാടനാ, കാളിയാർ എസ്റ്റേറ്റിലെ സാധനം. ഓക്കെ, ഇതാണ് നാടൻ. ഇത് നമ്മുടെ CT40 വരുന്നുണ്ട്. CT40 ഇപ്പം ഞങ്ങൾ ഈ CT40 തന്നെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് CT40 ഗോൾഡ് എന്ന് പറയും. ഇത് CT40 തന്നെ. CT40 ഇതിന്റെ വ്യത്യാസം നമുക്കിപ്പോൾ കാണാൻ പോവാം. നിങ്ങൾ തന്നെ ഇത് രണ്ടും ഒരേ തൂക്കം തന്നെയാണ്. ഏകദേശം 50 ഗ്രാമിന്റെ വ്യത്യാസമുള്ളൂ. ഇതിന് 50 ഗ്രാം കൂടുതലാണ്. നോക്കാം നമുക്കൊന്ന്. ഇത് നാടൻ കാ. ഇത് നാടൻ കാ. ഇത് 626 ഉണ്ട്. CT40. ഇത് ബ്രാഞ്ചെ കായ്ച്ച ചെറിയ കായാണ്. സാധാരണ 1 കിലോ 900 ഗ്രാമിൽ കുറഞ്ഞ കായ ഇല്ല. ഇപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഉള്ളതിനകത്ത് 521 അതുകൊണ്ട് 50 ഗ്രാമിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മൾ പൊട്ടിക്കും. ഇനിയിപ്പം ഞാനിപ്പോൾ പൊട്ടിച്ചാണ്. ഇതാണ് നമ്മുടെ നാടൻ കുരു. ഇതിപ്പം CT40 ഞാൻ കാണിക്കാം. അതിന്റെ ഇതാണ് CT40. അതിന്റെ തൊണ്ടുകെട്ടി എന്ന് പറയാൻ ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം. തൊണ്ടുകെട്ടി കൂടുതലുണ്ട്, തൊണ്ടുകെട്ടി കുറവാണ്. ഇപ്പൊ കണ്ടോണം. ഇത് പരിപ്പിന് നല്ല മുഴുപ്പുള്ള വലിയ പരിപ്പ്. അതാ ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞോണം. നമ്മൾ ഏത് ചെയ്യണമെന്ന് ഇപ്പം മനസ്സിലാക്കിക്കോണം. ഇതിന്റെ 2 എണ്ണത്തിനേക്കാളും വലിപ്പക്കൂടുതലുണ്ട് ഇതിന്റെ ഒരു കുരുവിന്. പുറമേ നോക്കുമ്പോൾ നാടനായിട്ട് നമുക്ക് തൂക്കക്കൂടുതൽ കണ്ടിരുന്ന, ഇതിപ്പോ ഇങ്ങനെ വന്നപ്പോഴത്തേന് കായ്ക്ക് നല്ല വലിപ്പക്കൂടുതലുണ്ട്, തീരെ കുഞ്ഞു കായും. ഇത് പ്രൊമോട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ എല്ലാവരോടും ഞാൻ ഈ ശക്തമായിട്ട് പറയുന്നത്. ഇതിന്റെ ഒരു കുരു എന്ന് പറയുന്നത് 2 കുരു, നാടൻ 2 കുരു കൂടുന്നതിന്റെ വലിപ്പമുണ്ട് ഒരു കുരുവിന്. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. 60 കുരു മതി 100 ഗ്രാമിന്. ഇത് 120 കുരു വേണം. കറക്റ്റാണ്. ഇവൻ തൂക്കണം ആദ്യം. അവനെ 0 അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നാടൻ കുരു വരുന്നേട്ടാ നമ്മൾ തൂക്കുന്നത്. ഇപ്പൊ നാടൻ കുരു തൂക്കുന്നു. നാടൻ കുടി എല്ലാം കൂടെ 128 ഗ്രാം നമുക്ക് നാടൻ കുരു എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഒരെണ്ണത്തിന് പൊട്ടിച്ച് 128 ഗ്രാം നമുക്ക് കിട്ടി. അതായത് 620 ഗ്രാം തൂക്കമുള്ള നാടൻ കൊക്കോയെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 128 ഗ്രാം. എന്നാൽ 570 ഗ്രാം, അതായത് 50 ഗ്രാം കുറവുണ്ടായിരുന്ന കൊക്കോ CT40 250 ഗ്രാം അടുത്ത് തൂക്കം വരുന്നുണ്ട്. മറ്റേതിനേക്കാൾ ഏകദേശം 120 ഗ്രാം മിച്ചം, 120 ഗ്രാം കൂടുതൽ നമുക്ക് ഇത് തന്നെ ഈ CT40 കാണിക്കുന്നുണ്ട്. ഇരട്ടി. 123 അല്ലേ? അതെ. ഇത് 150 ഗ്രാം 250 ഗ്രാം വരുന്നില്ല. അപ്പൊ നേരെ ഇരട്ടി തൂക്കത്തോളം എടുത്ത് വന്നില്ലേ? വന്നു. അതാണ് ഇതിന്റെ പ്രശ്നം. അതായത് ആദ്യത്തെ കായ ഇതിനൊക്കെ 50 ഗ്രാം കുറഞ്ഞ കായ ആയതുകൊണ്ട് കണിശമായിട്ട് നേരെ ഇരട്ടിയുണ്ട്. തായ്തടിയിലൊക്കെ വരികയാണെങ്കിൽ ഇത് 1-200 ഒക്കെയാ. ആ 1-200-നകത്ത് 1 കിലോയ്ക്ക് 500 ഗ്രാം ഒട്ടും മോശമില്ലാതുണ്ട്. 1 കിലോ കായ 500 ഗ്രാം പരിപ്പ് നമുക്ക് കിട്ടും. നാടൻ കായ്ക്ക് അത് കിട്ടത്തില്ല.
ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. എണ്ണം വെച്ച് നോക്കുവാണെങ്കിൽ എണ്ണവും കൂടുതൽ ഇതിനാ, കാട് എണ്ണവും കൂടുതലും കിട്ടുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാവുന്ന കാര്യമുള്ളൂ. എണ്ണത്തിലാണെങ്കിൽ കാട് എണ്ണം കൂടുതൽ കിട്ടും. വലിപ്പത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ സംശയം നല്ല വലിപ്പം കൂടുതലുണ്ട്. നമ്മൾ തൂക്കി നോക്കി തൂക്കത്തിൽ ഇവൻ തന്നെ കൂടുതൽ കിടക്കുന്നത്. അപ്പൊ എല്ലാം തൊണ്ട് കെട്ടി തീരെ കുറവാ. നമുക്കിപ്പോൾ നിലവിൽ ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൊക്കോയിൽ നിന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുതിയ ഇനത്തിലേക്ക് വരുമ്പോഴത്തേന് ഒരുപാട് മാറ്റമാണ്. തൊണ്ടുകെട്ടി എന്ന് പറയുന്നത് ഭയങ്കര തൊണ്ടുകെട്ടിയാ. അത് ഒരിക്കലും നമുക്ക് ഈ സീഡ്ലിങ്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല, കൂടുതലും കുറവും എല്ലാം വരും. പക്ഷേ എന്റെ ഈ കൊക്കോ എന്ന് പറയുന്നത് ബഡല്ല. നമ്മൾ ഈ എടുത്തിരിക്കുന്ന കൊക്കോ എന്ന് പറയുന്നത് സീഡ്ലിങ്സ് ഇട്ട് വെച്ച കൊക്കോയാ. അതേന്നുണ്ടായ കായ, മനസ്സിലായോ? ആ ചെടിയിൽ ഉണ്ടാകുന്ന കൊക്കോ മുഴുവൻ ഇങ്ങനെയാ. എല്ലാം ഇതേപോലെ അങ്ങനെ ഒരു പ്ലാന്റ് ഉള്ള നമുക്ക് ഒരു പ്ലാന്റ് അല്ല, എനിക്കൊരു 5 എണ്ണം ഇതുപോലെ തന്നെയുള്ള 5 ഉണ്ട്. അതിന് ഞാൻ ബഡ് ചെയ്താണ് ഇപ്പൊ ആക്കിക്കൊണ്ട്. നാടൻ കൊക്കോയ്ക്ക് അതിന്റെ തൊണ്ടുകെട്ടി എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും, അതായത് എല്ലാം ഒരുപോലെ വരികയല്ല, എങ്കിലും 50% ഇതുപോലെ തൊണ്ടുകെട്ടിയാണ്. അതേസമയം ഈ CT40 ഗോൾഡിന് എന്നും ഇതേപോലെ, അതായത് നിലത്ത് വീഴുന്ന പൊട്ടി വരെ പോകും. തീരെ തൊണ്ടുകെട്ടി കുറവാണ്. ഞാൻ സ്വന്തമായിട്ട് ഈ 45 വർഷം ചെയ്തതിനകത്ത് 35 വർഷം, അതായത് ഇന്നേക്ക് 10 വർഷം മുമ്പ് കൊക്കോ ഉൽപാദക സഹകരണ സംഘം എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, മണിമല കേന്ദ്രമാണ്. എൻ്റെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ പിന്നെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയും നമുക്ക് കൊക്കോ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് വൃന്ദങ്ങളുണ്ട്. അപ്പോൾ അവരെ എല്ലാം അറിയിച്ച് നമുക്ക് ഇങ്ങനൊരു സൊസൈറ്റി ഉണ്ടാക്കണം, എന്നിട്ട് അതിൽ കർഷകരെല്ലാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഈ കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ കൂടി ഈ ഉൽപാദക സംഘം ഉണ്ടാക്കി. പക്ഷേ ആ ഉൽപാദക സംഘം ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുള്ള സൊസൈറ്റിയാണ്. ഈ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുള്ള സൊസൈറ്റിക്ക് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ യാതൊരു ഏടും കിട്ടത്തില്ല. അതുകൊണ്ട് വലിയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാം. അത് നമ്മൾ അതിനകത്ത് മാക്സിമം വളർച്ച കൂട്ടായ്മ ഉണ്ടാക്കി വളർന്നു. ആ സമയത്ത് CT40യെ പറ്റി ആൾക്കാർ അറിയാൻ തുടങ്ങി. പല ചാനലുകാരും എല്ലാം വീഡിയോ എല്ലാം ഇട്ടു. അപ്പം ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് CPCRI കായംകുളം. ആ കായംകുളംകാർ ഇതിനെപ്പറ്റി പഠിക്കാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടപ്പം ബോധ്യമായി, ഇത് നല്ലതാണെന്ന് അവർക്കും ബോധ്യം വന്നപ്പോൾ ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അവരെ എന്നോട് പറഞ്ഞു, വർഗീസേ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇതൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സർക്കാരിൻ്റെ ഒരു സഹായങ്ങൾ കിട്ടുകയും മുന്നോട്ട് വളരാനായിട്ട് ഒരുപാട് അനന്ത സാധ്യതകളുണ്ട്. അപ്പം ഞാനിതെല്ലാം കേട്ട് മനസ്സിലാക്കിയെങ്കിലും നമ്മൾ പലരും കൂടിയുള്ള ഒരു കമ്പനി കൂടി ഉണ്ടാക്കുമ്പം അതെങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിയത്, പലരും കൂടി കഴിയുമ്പോഴത്തേന് ഇതെങ്ങനെയാവും എന്നുള്ള ഒരു ആശങ്ക ഞാനൊരു 3-4 വർഷത്തോളം ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നബാർഡ് നേരിട്ട് എത്തി. അവരും ഈ കാര്യങ്ങളെല്ലാം പഠിച്ചപ്പം ഇതൊരു നല്ല പ്രസ്ഥാനമായിട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് വർഗീസ് തന്നെ അതിന് മുന്നേ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തണം, ഇത് ജനങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അവരും നമ്മളെ പ്രചോദനം തന്നു. അപ്പോൾ അങ്ങനെ അവസാനം ശരി, നമുക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കിയ അങ്ങനെയാണ് ഈ കമ്പനിയോടെ വന്നത്. അപ്പോൾ അവരെന്നോട് പലപ്പോഴും പറഞ്ഞു, നമ്മുടെ ഇതൊരു ഫാർമർ വെറൈറ്റി എന്നുള്ള നിലയിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് തന്നെ കൊടുക്കാം, നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കത് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഇത് നമുക്കിത് ബഡ് തൈയാണോ വെച്ചേക്കുന്നത്? ഇത് ബഡ് തൈയാ, CT40 ബഡ് തൈയാ. ഇതിന് 2.5 കൊല്ലം ആയുള്ളൂ. 2.5 കൊല്ലം ആയപ്പോഴത്തേന് നമുക്ക് ശരാശരി എത്ര കിലോ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് കായത്? നമ്മളിത് ഒരു 10 അടി കൂടുതൽ പൊക്കത്തില്ല. 10 അടി മുകളിൽ വെച്ച് പ്രൂൺ ചെയ്ത് നിർത്തണം. 10 അടി കൂടുതൽ നമ്മൾ പൊക്കത്തില്ല. കുറഞ്ഞത് ഒരു 100 കായെങ്കിലും. ഇപ്പൊ തന്നെ നിങ്ങൾ എണ്ണിയ അതിനകത്ത് ഒരു 50-ലധികം കായില്ലേ? ഉണ്ട് ഇല്ലേ? ചെറുതും വലുതായിട്ട് എല്ലാം കൂടെ ഉണ്ട്. ഒരു വർഷത്തിൽ ഒരു 100-120 കായ ഇതെന്ന് കിട്ടും ബഡ്ഡെന്ന്. എന്നുവെച്ചാൽ മറ്റ് ചെടി എന്ന് പറയുമ്പം കുറേ കൂടെ ബ്രാഞ്ചസും അതിന് കുറേ ഹൈറ്റിലൊക്കെ വരുമ്പം കുറേ കൂടെ മാറ്റം വരും. ഒരു ബഡ്ഡെന്ന് പറയുമ്പോഴത്തേന് അതിനൊരു പരിധിയുണ്ട്, അതിന് ഉയർച്ചയ്ക്കും അത് നിർത്തുന്നതിനും. പക്ഷെ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മളെന്താ ബഡ് തൈ നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതിന് കാരണം എന്നാ? ബഡ് തൈ പ്രൊമോട്ട് ചെയ്യുന്നതിന് കാര്യം ഇനം മാറ്റമില്ല. CT40 ഒറിജിനൽ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ക്രോസ് പോളിനേഷൻ വരും. അപ്പം നമ്മളൊരു വീട്ടില് ഓരോ അപ്പനും അമ്മയ്ക്കും 3 പിള്ളേരുണ്ടെ 3 ഒരുപോലല്ലോ. അതൊരു ശാസ്ത്രമല്ലേ. അത് നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ അതുണ്ട്. കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് നമുക്ക് ആ മാതൃഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ബഡ് തന്നെ വേണം. മനസ്സിലായോ? അപ്പം എന്നും കൊണ്ട് നമ്മളിപ്പോൾ ഈ CT40 ഞങ്ങൾ സീഡ്ലിങ്സ് കൊടുക്കുന്നതിനകത്തും ഒരു 60%
ഇത് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനിയും ബാക്കിയുള്ള 40% വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ചുമലക്കാ വരുന്നിടത്ത് ചിലപ്പോൾ പച്ചയൊക്കെ ആയി പോകുന്നുള്ളതേ ഉള്ളൂ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ അന്നേരം നമ്മൾ വിലയിൽ വ്യത്യാസം ഉണ്ടല്ലോ, ഒരു തൈക്കുള്ള വില വ്യത്യാസം ഇതേ വരുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഏതെങ്കിലും മോശമായ കൊക്കോ ഉണ്ടെന്ന് വിചാരിച്ചു, അതിന്റെ ചോട്ടിൽ നിന്ന് ഒരു ക്ലിപ്പിൽ തന്നെ അതിനെ അങ്ങ് ബഡ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിന്റെ മാതൃവൃക്ഷത്തിനെ അതേ മറ്റേ കട്ട് ചെയ്ത് കളയാം. അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരുന്ന ആ ക്ലിപ്പിൽ നമുക്ക് അടുത്ത് ബഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു തൈ വെച്ചത് നഷ്ടമാകത്തില്ല. ഇല്ല, നമ്മൾ ഇത് ചേട്ടൻ പറഞ്ഞിട്ട് ഇത് ഫ്രൂൺ ചെയ്ത് നിർത്തുന്ന അതിന്റെ ആവശ്യകത തന്നെ നമുക്ക് പറയാൻ. ഈ ഫ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പ്രായത്തിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ഫ്രൂൺ ചെയ്യുന്നത് നമ്മൾ തായ് തടിയേൽ ഒരു കാരണവശാലും ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ പാടില്ല. ബഡിനാണെങ്കിൽ ചോട്ടിൽ നിന്ന് ഇതുപോലെ വരും, അത് കുഴപ്പമില്ല. നമ്മളൊരു സീഡ്ലിങ്സ് വെക്കുകയാണെങ്കിൽ അതിന്റെ തായ്തടി ഒറ്റത്തടിയായിട്ട് തന്നെ നിർത്തണം. അതൊരു 5 അടി പൊക്കത്തിൽ അത് ബ്രാഞ്ച് ചെയ്യും. ഈ 5 അടി പൊക്കത്തിൽ ബ്രാഞ്ച് ചെയ്താൽ ബാലൻസ് ചെയ്ത് നിൽക്കണം. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്ന ശകരങ്ങളെ ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് നമ്മളൊരു വളകാലം കൂടെ നൂർത്ത് നിൽക്കുന്ന അതേ ഷേപ്പിലാക്കി വെക്കണം. ഒരു കുട പോലെ നിൽക്കണം. അതാണ് അതിന്റെ ഒരു കാരണം. എന്താണെന്ന് വെച്ചാൽ ഒരു വശം ചായഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം ഇരിഞ്ഞു പോകാനുള്ള. അപ്പൊ അങ്ങനൊന്നും അല്ലാതെ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ചവറുമായിട്ട് നിൽക്കണം. നമ്മൾ വെള്ളവും വളവും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആർത്തങ്ങ് ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞാൽ ചെടി അങ്ങ് വളരുകയുള്ളൂ. ഇലയും കൂടുതലായി ചെടി അങ്ങ് വളരുകയുള്ളൂ. പക്ഷെ അത് കായലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ അറ്റങ്ങളും എല്ലാം കണ്ടിച്ച് കളയും. ഇടയ്ക്ക് കൂടി വരുന്ന ചെറിയ കിളിപ്പുകളെ കളയാണ്. ഇതെല്ലാം അപ്പൊ തടി ഇങ്ങനെ വരുന്ന ഈ തടികളെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കണം. കാരണം ഈ എയറേഷൻ കിട്ടണം. അല്ലെങ്കിൽ ഈ തേയില കൊതുക്, പിന്നെ മുഞ്ഞ, ഇങ്ങനെയുള്ള സാധനം, ഉറുമ്പ്, ഇങ്ങനെയുള്ള സാധനം എല്ലാം കയറി ഈ നീറും എല്ലാം കൂട് കെട്ടി മൊത്തം കായൊന്നും നമുക്ക് കിട്ടുന്നില്ല. കായും കൂടി കായ്ച്ചു വരും, കുറെ കഴിയുമ്പോഴത്തേനും പഴുത്തു. വെറുതെ ചെടിക്ക് ആരോഗ്യം കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് കാഫലം കിട്ടാതെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതിനകത്തൂടെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് ഏതെങ്കിലും പുതിയ കമ്പുകൾ ഉണ്ടാവുന്നുണ്ടോ, നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥാനത്താണോ അത് നിൽക്കുന്നത്, അങ്ങനെ ഒരു അറിവ് നമുക്ക് വേണം. അപ്പൊ എൻ്റെ അടുക്ക് വരുന്ന ആൾക്കാർ തൈ വെക്കാൻ വരുമ്പോൾ ഞാൻ തൈ കൊണ്ട കൊടുക്കാവെന്ന് വല്ലതും ചോദിക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് കൊക്കോ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ കൃഷി കണ്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടേ വെക്കാവുള്ളൂ. ഈ ചെടി നിൽക്കുന്ന സ്ഥലത്തിന്റെ സൂര്യപ്രകാശം വരുന്ന വെയിലടിക്കുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കണം. തെക്കനും പടിഞ്ഞാറിനും വെയിൽ ഏക്കത്തക്ക രീതിയിലുള്ള ചെടിയാണെങ്കിൽ അതിന്റെ സൈഡിൽ നിൽക്കുന്ന ചപ്പ് അധികം കളയരുത്. ആ വശത്തോട്ട് ഒത്തിരി കളയരുത്. കാരണം നേരിട്ട് തായ്തടിയാലോട്ട് വെയിലടിക്കുക. ഇപ്പൊ ഇത് അങ്ങനെ വന്നാൽ ഇത് പൊള്ളിപ്പോവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊക്കോയ്ക്ക് ഷെയ്ഡ് ആവശ്യമാണ്. നമ്മൾ തനി വിളയായിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് കവുങ്ങോ തെങ്ങോ അല്ലെങ്കിൽ പ്ലാവോ. ഇപ്പം ഒത്തിരി പേര് പ്ലാവ് വെക്കുന്നു. പിന്നെ റബ്ബറിനകത്ത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇപ്പം ഞങ്ങൾ തന്നെ അനുഭവത്തിലായി. ഇപ്പം മുണ്ടക്കയത്ത് റബ്ബർ സ്റ്റേറ്റിൽ നിന്ന് തൊടുപുഴ കാളിയാർ സ്റ്റേറ്റ് ഇതെല്ലാം പിന്നെ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്ന കൊക്കോയാണ്. എന്തുമാത്രം കായ കിടക്കുന്ന ചോദിച്ചാൽ ഇവിടെ ഈ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. വെയിലാണെ വെയില്, മഴയാണെ മഴ. അപ്പൊ ഇത് രണ്ടും ഇതിന് കൊള്ളത്തില്ല. മഴ തന്നെയാണേലും അസുഖം ഉണ്ടാവും, വെയിൽ തന്നെയാണെങ്കിലും ഉണങ്ങിപ്പോകും. അപ്പൊ ഇതിനെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതിന് വെള്ളം കൊടുക്കുന്നത് ഈ കൊക്കോയിൽ നിന്ന് ആദായം എടുക്കാനായിട്ട് ഒരു മെയിൻ ഫാക്ടറാണ് വെള്ളം കൊടുക്കുന്നത്. നന വേണം. നമ്മളൊക്കെ സാധാരണ തോട്ടണ കൂടെ വെക്കുമ്പോൾ ചുമ്മാ കുഴിച്ച് വെക്കോളും. നന കൊടുക്കുന്ന പ്രശ്നമില്ല. നന കൊടുക്കണമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്ലൈമറ്റിനെ ചേഞ്ച് ചെയ്യാം. ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കായ്ക്കുന്ന ജൂൺ മാസത്തിലാണ്, മഴക്കാലത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് കൊക്കോയ്ക്ക് വിലക്കുറവ്. ഒന്നാമത് ഉണങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചേര് വേണം. രണ്ടാമത് ഈ വാട്ടർ കണ്ടന്റ് കൂടും വെള്ളത്തിൽ. ജനുവരി തൊട്ട് ജൂൺ മാസം വരെ ഉള്ള കാലയളവിൽ കൊക്കോ പറിക്കാമെങ്കിൽ കേടുമില്ല, ആദായമുണ്ട്, വിലയുണ്ട്. അങ്ങനെ ആ സമയത്ത് പറിക്കണമെങ്കിൽ അന്നേരം അതിന് നമ്മൾ എന്നാ വെച്ചാൽ സാധാരണഗതിയിൽ ഡിസംബറിൽ മഴ നിൽക്കുമെന്ന് വിചാരിച്ചു. ഡിസംബർ 15 മഴ നിന്നാലും ജനുവരി 15 ആകുമ്പോൾ വെള്ളം കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു കൊക്കോയ്ക്ക് നമുക്ക് ശരാശരി എന്തുമാത്രം വെള്ളം ജലം കൊടുക്കുന്നുണ്ട്? ഇപ്പം ഞാൻ കൊടുക്കുന്ന പറഞ്ഞാൽ ഇപ്പം യൂണിവേഴ്സിറ്റിയൊക്കെ പറയുന്ന ഒരു വലിയ കായ്ക്കുന്ന മരമാണെങ്കിൽ 25 ലിറ്റർ എങ്കിലും വേണമെന്നാണ്. അത് എത്ര വെള്ളം കൊടുത്താലും നല്ലതാണ്. പിന്നെ ഞാൻ കൊടുക്കുന്നതിന്റെ മാനം നമുക്ക് അത് മാത്രം വെള്ളം കൊടുക്കാൻ ഒരിടത്തും കാണത്തില്ലല്ലോ. ചെടിക്ക് വാട്ടറിലേക്കാതെ ചെടിയുടെ ഒരു ആരോഗ്യസ്ഥിതി നമ്മൾ കണ്ടിട്ട് അത് നിലനിർത്തുന്ന അനുസരിച്ച് വെള്ളം കൊടുക്കുക. ഇലകളൊന്നും വാടിപ്പോകാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അന്നേരം ഉണ്ടാകുന്ന കായ അല്ലെങ്കിൽ ചെറുതായി പോകും. അപ്പം വെള്ളം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. കൊടുക്കുന്നതനുസരിച്ച് പിന്നെയും കായ്ക്കുകയും ചെയ്യും, ഭയങ്കര കായായിരിക്കും. ചേട്ടാ, നമ്മളെ ഇവിടെ തൈകള് ഒരു വർഷം നമ്മൾ എന്തുമാത്രം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്? തൈകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 12 മാസം ഇവിടെ തൈയുണ്ട്. അപ്പം ഇപ്പം ഈ കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. 1 ലക്ഷം തൈ ഒക്കെ സാധാരണഗതിയിൽ
ഉണ്ടാക്കുന്നുണ്ട്. അത് തീരുന്ന അനുസരിച്ച് പിന്നെ പുതിയ തൈകൾ ഇട്ടു. തൈക്ക് എന്ത് വിലക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ തൈ നമുക്കിതിൻ്റെ വിത്തുക ഇതിന് മാത്രം അവൈലബിൾ അല്ല. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലും അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും വില എപ്പോഴും കിട്ടത്തുമില്ല. അപ്പോൾ എല്ലാ കായും വിത്തുകാരുടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് തിരഞ്ഞെടുക്കുന്ന കായം നമുക്ക് പറ്റുള്ളൂ. അത് കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ അങ്ങിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം വെയിലെന്നോ മഴയെന്നോ ഒന്നുമില്ല. അത് കിട്ടുന്ന ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയ കൂടക്കകത്ത് വെച്ചാൽ ഇപ്പം വില കുറച്ച് കൊടുക്കും. ഇപ്പം കാഡ്ബറി ഒക്കെ 15 രൂപയ്ക്കൊക്കെ തൈ കൊടുക്കുന്നു. ഈ 15 രൂപയ്ക്ക് കൊടുക്കുന്ന തൈ ചെറിയ കൂടക്കകത്ത് വെച്ചിട്ട് അവരൊരു തൈ കൊടുക്കുന്നുള്ളതല്ല, അവർ അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 2-3 കാറ്റഗറിയിലാണ്. അത് കൂടയുടെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കൂട കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വേരെല്ലാം കൂടി ഇതിനെ ഒതുക്കിക്കളയും. അപ്പം വലിപ്പമുള്ള തൈ വെക്കണമെങ്കിൽ വലിപ്പമുള്ള കൂടക്കകത്ത് വെക്കണം. അപ്പം വിലയെന്ന് പറയുമ്പം വില വേരിയേഷനാണ്. ഇതിന് വലിപ്പം അനുസരിച്ച് തൈയുടെ വലിപ്പം അനുസരിച്ചാക്കി വില 35 രൂപ തൊട്ട് 60 രൂപ വരെ വിലയുണ്ട്. ബഡ് തൈക്ക് 150 രൂപയും വിലയുണ്ട്. അതെല്ലാം അഡ്വാൻസ് ബുക്കിംഗ് ആണ്. റബ്ബർ തോട്ടത്തിൽ വെക്കേണ്ട ആൾക്കാർ നേരത്തെ വന്ന് പറയും, ഞങ്ങൾക്ക് സീസൺ ആകുമ്പോൾ ഇത്ര തൈ വേണം, അപ്പം നിങ്ങൾക്ക് ചെറുത് വേണോ വലുത് വേണോ ഏത്, അപ്പം അതിന്റെ സാമ്പിൾ ഉണ്ടായിരിക്കും. ആ രീതിക്ക് നമ്മൾ കൊടുക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കൊക്കോ വെക്കുമ്പോൾ സ്പേസിങ് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്? അത് എത്ര അടി അകലത്തിൽ അങ്ങനെ വല്ല നോക്കേണ്ട ആവശ്യമുണ്ട്? ഉണ്ട്. അകലം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ 10 അടിക്കൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും 10 അടിക്ക് വെക്കുന്നതിനെയാണ് അവർ ശുപാർശ ചെയ്യുന്നത്. 10 അടിക്ക് വെക്കുമ്പോൾ കൂടുതൽ എണ്ണം വെക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പറയുന്നത് 15 അടിയാണ്. കാരണം 15 അടി വെച്ചാൽ നമുക്ക് ഇടവേള കൃഷി ചെയ്യാം. ഇപ്പൊ നമുക്ക് കവുങ്ങ് വെക്കാം, മനസ്സിലായോ, കൊടിയിടാം, കാപ്പി ഇടാം, എന്നാ സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനിടയ്ക്ക് വെക്കാൻ പറ്റും. ഈ അടുപ്പിച്ചായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ടൊന്നും ഈ കമ്പുകളെല്ലാം കോർത്ത് കിട്ടും. നമുക്ക് പണി കൂടുതലാണ്. അപ്പൊ എയറേഷൻ ഉണ്ടാകുന്ന അനുസരിച്ച് കൂടുതൽ അകലുന്നതനുസരിച്ച് കൊക്കോയും വളർന്നോണ്ടിരിക്കും. അപ്പൊ ഒരു മരത്തിനുള്ള കായുടെ അളവ് അതിനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം ബ്രാഞ്ചസ് പിന്നെയും വന്നോണ്ടിരിക്കല്ലേ. അപ്പൊ ഇപ്പം എണ്ണം കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. ഈ കൊക്കോ തന്നെ വളർന്ന് അപ്പുറത്തോട്ടില്ലേ ചെല്ലുന്നത്. എന്തുമാത്രം തൊലി ഉണ്ടോ അതിന് അനുസരിച്ച് അതിൽ പൂവുണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിങ്ങനെ അടഞ്ഞു കെട്ടി കിടന്നു കഴിഞ്ഞാലേ അപ്പൊ മിനിമം ഒരു 15 അടി എങ്കിലും ഗ്യാപ്പിൽ 15 അടി ഉണ്ടെങ്കിൽ എന്റെ അനുഭവത്തില്. പക്ഷെ എല്ലാവരും അത് സമ്മതിക്കുന്നില്ല. എല്ലാവരും 10 അടിക്കൊന്നും 12 അടിക്കൊന്നും ഒക്കെ പറയുന്നുണ്ട്. ചേട്ടൻ ഒരു നേഴ്സിന് നടത്തുന്ന ആളാണെങ്കിൽ ചേട്ടന്റെ അനുഭവത്തിൽ ഒരു 15 അടിക്ക് കൊടുത്താൽ നല്ലതാ. ഒന്നാമത്തെ കൊക്കോയുടെ മാത്രമല്ല, ഇടവേള കൃഷിയും കൂടെ വേണമല്ലോ. കവുങ്ങിന്റെ ആദായം കൂടെ കിട്ടുമ്പോൾ കൊക്കോ ഒരു സമയത്ത് ഈ കൊക്കോ എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികൾ കൈകാര്യം ചെയ്താൽ ഇന്ന് കിട്ടുന്ന വില നാളെ കിട്ടണമെന്നില്ല. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവർക്ക് ലാഭം ഉണ്ടാക്കണ്ടേ. ഈ സാധനം വിറ്റ് കാശാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അവർക്കും നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം വരുമ്പോൾ എങ്ങനെയാണെങ്കിലും കർഷകനെ ഞെരുങ്ങാൻ പറ്റുള്ളൂ. കർഷകൻ ഞെരുങ്ങുമ്പോൾ ചെയ്യാനുള്ള പണിയല്ല, അവൻ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി അവൻ തന്നെ ആലോചിക്കണം. രക്ഷിക്കാൻ വേറെ ആരും വരത്തില്ല, നമ്മൾ തന്നെ വേണം തീരുമാനിക്കാൻ. ചേട്ടാ, നമുക്ക് കൊക്കോയ്ക്ക് വർഷത്തിൽ എത്ര പ്രാവശ്യം വളപ്രയോഗം ചെയ്യണ്ടാവും? അതിന്റെ രീതി എങ്ങനെയാണ്? നമ്മൾ സാധാരണ 2 പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെങ്കിൽ ഈ രാസവളത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് പച്ചച്ചാണകം കലക്കി ഒഴിക്കും. അത് അതിനകത്ത് ഇച്ചിരി വേപ്പും പിണ്ണാക്കും ഇച്ചിരി കടലപ്പിണ്ണാക്കും ഒക്കെ ഇട്ട് അവനെ ഒന്ന് പുളിപ്പിച്ച് ചെറുതായിട്ടൊന്ന് പുളിപ്പിച്ച് അത് ചൂടിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അത് ചെയ്യും. അത് 2 പ്രാവശ്യമല്ല, അത് നമുക്ക് ചെടിയുടെ കാഫലം തുടങ്ങിയിട്ട് പിന്നെയും പൂക്കുകയും പിന്നെയും വരുമ്പോൾ ഒരു 30 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് മരത്തിന് കാണാൻ ഉണ്ട്. ഒരു 200 ലിറ്ററിന് 20 കിലോ ചാണകം മതി, ഒരു കൊട്ട ചാണകം മതി. അത് പകുതി വെള്ളത്തിനകത്ത് 100 ലിറ്ററിനകത്തോട്ട് കലക്കിയിട്ടിട്ട് അതിനകത്തൊരു കിലോ കടലപ്പിണ്ണാക്കും കൂടി ഇട്ട് എന്നിട്ടൊരു 100 ഗ്രാമോ ഇച്ചിരി യൂറിയയും കൂടി ഇട്ട് എന്നിട്ട് ഇവനെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഇട്ടേക്കുക. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതിനെ ഫുള്ള് 100 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് 4 ഇരട്ടി വെള്ളം ചേർക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെന്നാന്ന് വെച്ചാൽ മണ്ണിനകത്ത് ഇത് താന്നു പോകണം ജോബിന്, അല്ലെങ്കിൽ അപ്പം കിടക്കുന്ന പോലെ കിടക്കും. വെള്ളം താന്നു പോകത്തക്ക രീതിയിൽ 4 ഇരട്ടി വരെ വെള്ളം ഒഴിച്ച് 30 ദിവസം കൂടുമ്പോൾ വെള്ളം എത്ര കിട്ടിയാലും നല്ലതാണ്. കൂടി പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവിടെ ചെല്ലാമെങ്കിൽ കൊയ്ക്ക് നല്ലതാണ്. അപ്പം പിന്നെ വേറെന്ത് വളമാണ് നമ്മൾ ചെയ്യുന്നത്? പിന്നെ ഇപ്പം നമ്മൾ റബ്ബർ തോട്ടത്തിലൊക്കെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, റബ്ബറിന് ഏതായാലും വളം ഇടുന്നുണ്ട്. അപ്പം പിന്നെ കൊക്കോയ്ക്ക് വളം ചോട്ടിലിടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പോളിയാർ വളം കൊടുക്കും. പോളിയാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയിൽ അതിന് തന്നെ അത് കിട്ടും. അപ്പം ചെലവും കുറവുണ്ട്. ഈ മണ്ണി കൊടുക്കുന്നത് പോവുകയും ചെയ്യും, റബ്ബർ വലിക്കും. അതിന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പൊ പോളിയർ ഏതാ നമ്മൾ ചെയ്യുന്നത്? ഏത് 19 എന്ന് പറയുന്ന സാധനം അടിക്കും. പിന്നെ ഇപ്പം പുതിയ നാനോ ടെക്നോളജിയിലൊക്കെ ഉള്ള പുതിയ വളങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോ നമ്മൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് വെച്ചേക്കുവാ. ഞങ്ങൾ പരീക്ഷണം, ഞങ്ങൾ കൂടുതലും ബഡ്ഡിങ് ആണ്. അപ്പം എല്ലാ കമ്പനിയും നേരെ പോകുന്ന കമ്പനിയിലെ ബഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അല്ലാതെ വരുന്ന കമ്പനിയെ ബഡ് ചെയ്യാതെ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വർഷം മുതൽ ഞങ്ങൾ ഗ്രാഫ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ ബഡിങ് മാത്രമായിരുന്നു, അതുകൊണ്ട് നമുക്ക് തൈ തികയത്തില്ല. ഇതിപ്പം എന്ത് വിലക്കുള്ള തൈയാണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ 150 രൂപ. 150 രൂപ. ഇതിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഓർഡർ നേരത്തെ പറയണോ? അതാ ബഡിന് നേരത്തെ പറയുന്നതാണ് നല്ലത്. കാരണം ഓടി ഇങ്ങോട്ട് വന്നിട്ട് 1000 തൈ വേണോ അല്ലെ 5000 തൈ വേണോ എന്നൊക്കെ പറഞ്ഞു വന്നാൽ കിട്ടത്തില്ല. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് അതിന് പരിപാലനം ഒരുപാടുണ്ട്. ചേട്ടാ ഇത് ഇപ്പൊ സാധാരണ ഒരു പഴയ മരത്തെ ചേട്ടൻ ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്? അതെ അതെ. ഇത് ഈ ചെടിയുടെ തായ് ഈ കാണുന്ന ഇത് ഇവിടം വരെയും സാധാരണ ചെടിയാ. അതിന്റെ കായ കിടക്കുന്നുണ്ടോ? ഇതാണ് സാധാരണ ചെടിയുടെ നമുക്ക് ചെറിയ കായ. ഇത് ഇവിടുന്ന് ബഡ് ചെയ്തിട്ട് കണ്ടോ ഉണ്ടാക്കി കണ്ടോ. ഇങ്ങോട്ട് കയറി വരുന്ന എല്ലാം CT40 എല്ലാം CT40 ഈ കാണുന്ന എല്ലാം. അങ്ങനെ പഴയ മരത്തെ നമുക്ക് പുതുക്കിയെടുക്കാം, ബഡ് എടുക്കാം. അപ്പൊ കാ കൂടുതൽ കിട്ടും അങ്ങനെ വല്ലതും? പിന്നെ ഉണ്ട്. CT40 എല്ലാ ഗുണവും ആ ഭാഗത്തിനുണ്ടാവും. കാ കൂടുതലുണ്ടാവും, തൊണ്ടുകെട്ടി കുറവായിരിക്കും, മുഴുത്ത കുരുവായിരിക്കും, അതെല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഇതേ ഉള്ളൂ, നമ്മൾ അതിനെ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും. വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് ഇഷ്ടം പോലെ ഇതുപോലെ നിൽക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് കളയോ നിർത്തുവാണ് ചെയ്യുന്നത്? ഇത് ഞങ്ങൾ വുഡ് എടുക്കാനായിട്ടാണ്, വുഡ് എടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിർത്തിയല്ലോ? നിർത്തിയല്ല. അപ്പൊ ഇങ്ങനെ നല്ല കരുത്തുള്ള കമ്പ് നോക്കിയാണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ചേട്ടാ ഇത് തന്നെ നമ്മളിങ്ങനെ ഇവരെ കട്ട് ചെയ്ത് പെടത്തി ഇട്ടേക്കുന്നത്? അതെ, ബഡ് ചെയ്താലേ ബഡ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് അതിന്റെ വുഡ് നമ്മൾ ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം കിളുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. കാരണം നമ്മൾ ഇതിന്റെ പുറമോട്ട് പകുതി കട്ട് ചെയ്ത് വരുന്നുള്ളൂ. ആ ഇല ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുത്തിട്ട് ഇത് ആ കിളുക്കാനുള്ള ഒരു ബഡ് കിളുക്കാനുള്ള ഒരു ടെൻഡൻസി അതാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ നല്ല ശക്തമായ കിളിപ്പ് ഉണ്ടാവും. അപ്പൊ ഈ നിൽക്കുന്നതെല്ലാം അങ്ങനെ കിളിപ്പായത് ഞങ്ങൾ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ചേട്ടാ കൊക്കോ കൃഷിക്ക് നമുക്ക് കേടുകൾ വരാൻ സാധ്യതയുണ്ടോ? അതിന്റെ കേടുകൾക്ക് അങ്ങനെ മരുന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഉണ്ട്. അതായത് കേടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലാവസ്ഥ നമ്മളെ പിടിയിൽ നിൽക്കുന്നില്ല. ഈ മഴ വന്നാൽ മഴ തന്നെ. അപ്പം അടുപ്പിച്ച് മഴയായി കഴിയുമ്പം ഫംഗസിന്റെ അറ്റാക്ക് ഉണ്ടാവും. കാരണം കൊക്കോ വളരെ അതിന്റെ സ്കിന്നൊക്കെ വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് ഈ ഫംഗസ് അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നതിന് നമ്മൾ തിരിച്ചടിക്കാനാണ് ഏറ്റവും ബോർഡോ മിക്സർ കൊടുക്കുന്നതാണ്. അപ്പോൾ ബോർഡോ മിക്സർ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കാൻ പോയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഈ കൊണ്ടോടിയിലൊക്കെ ബോർഡോ മിക്സർ കിട്ടുന്നുണ്ട്. അവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ നഴ്സറി തൈകൾക്ക് അടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ബോർഡോ മിക്സർ അടിക്കണം. അത് അതിന്റെ കണക്കെന്ന് വെച്ചാൽ 25 ദിവസമൊക്കെ ഉള്ളൂ അതിന്റെ എഫക്റ്റ്. ഒന്ന് അടിച്ചാൽ 25 ദിവസം കഴിയുമ്പം അതിന്റെ കഴിഞ്ഞു. അങ്ങനെ 20 ദിവസം അടുത്തതിനെ അടിക്കണം. കാരണം ഇപ്പം നമ്മൾ ഓരോ ദിവസം അറിയുന്നത് 5 ദിവസം മഴ കഴിഞ്ഞാൽ അടുത്ത 5 ദിവസം കൂടെ മഴ. ഇങ്ങനെ വരുമ്പോ ആ ഒരു ആണ്ടി 3-4 പ്രാവശ്യമൊക്കെ അടിക്കേണ്ടി വരും. നല്ല തോട്ടം നമ്മൾ നല്ലപോലെ നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യത്തിൽ കുറയാതെ 3-4 പ്രാവശ്യം അടിക്കേണ്ടി വരും. അതിന്റെ മാനദണ്ഡം അതാ. പിന്നെ ഇതിനിടയ്ക്ക് തേയിലക്കൊതും ഉണ്ടാവും. തേയിലക്കൊതം എന്ന് പറഞ്ഞാൽ ഫ്രൂണിങ്ങിന്റെ കുറവ് കൊണ്ട് പര്യാപ്തം കൊണ്ട് ഉണ്ടാവും. അതായത് ഇങ്ങനെ അടഞ്ഞു മൂടിക്കിടക്കുകയാണെങ്കിൽ വെളിയ വെയില്, അവിടെ തണല്, ആശാന്മാർ അങ്ങോട്ട് കയറും. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് കാണുന്നതെല്ലാം അവർ കുത്തും. എന്നാത്ത കയറി ഇരുന്നാലും അത് കുത്തും. അത് കുത്തി ഇതിനെ കളയും. അപ്പൊ അതിന് കുത്താൻ ഇരിക്കാനുള്ള ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫ്രൂണിങ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മുഞ്ഞ പോലുള്ള വെളുത്ത സാധനങ്ങൾ ഈ തടിയല് അത് ഉറുമ്പ് കൊണ്ട് വെക്കുന്ന അതിൻ്റെ അറ്റാക്ക് ഉണ്ടാവും. അതുണ്ടായാൽ അതിന് ഇപ്പം എക്കാലക്സോ അല്ലെങ്കിൽ ടാറ്റാ മിഡ എന്ന് പറയുന്ന സാധനമാണ് സാധാരണ അടിക്കുന്നത്. കാരണം കുറേ കഴിയുമ്പോൾ ഏത് മരുന്നടിച്ചാലും അതങ്ങ് സജീവമാവും. അത് ഇതിനോടങ്ങ് ചേരും. പിന്നെ അത് എത്ര അടിച്ചാലും പറ്റിയല്ലാത്തൊരു അവസ്ഥ വരും. തുടക്കത്തിൽ വീര്യം കുറഞ്ഞ സാധനം അടിക്കുക, കീടനാശിനി എന്തെങ്കിലും അടിക്കേണ്ടി വരും കാര്യം. പിന്നെ ഇപ്പം പുതിയ ടെക്നോളജിയിലുള്ള അല്ലെ പുതിയ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കർഷകരുടെ കയ്യിലൊന്നും എത്തിയിട്ടില്ല. പിന്നെ ചിലർ ഇതിനെ ഗവേഷണം നടത്തി ചിലർ ഇതിനെല്ലാം പുറകെ പോയി ശരിക്കും ചെയ്യുന്നുണ്ട്.